അപ്പോൾ ഈ കാണുന്ന ഭാഗമാണ്, അതായത് നമ്മുടെ കോമൺ റാഫ്റ്ററിനെ പർലിനുമായിട്ട് ഇത് കണക്ട് ചെയ്ത് വെക്കുമ്പോൾ അത് കുറച്ചും കൂടി ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്, സ്ക്രൂ ചെയ്ത് വെക്കുന്ന ഒരു ഈ സ്റ്റീലിൻ്റെ ഈ പാർട്ട് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ക്ലീറ്റ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ സ്റ്റീലിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ വുഡിൻ്റെ ആയിരിക്കാം, ഏതിൻ്റെ വേണമെങ്കിലും നമുക്കത് കൊടുക്കാം. അപ്പോൾ ഈ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഭാഗമാണ് എന്ത് പറയുന്നത്, ക്ലീറ്റ്സ് എന്ന് നമ്മൾ പറയണത്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, ക്ലീറ്റ്സ് അല്ലേ. അതായത് പർലിനെ താങ്ങി നിർത്താനായിട്ട് പ്രിൻസിപ്പൽ റാഫ്റ്ററിലോ ട്രസ്സുകളിലോ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുന്ന മരം അല്ലെങ്കിൽ സ്റ്റീൽ നിർമ്മിതമായിട്ടുള്ള ഒരു ഘടകം, അതും വുഡിൻ്റെ ഉണ്ടാവാം സ്റ്റീലിൻ്റെ ഉണ്ടാവാം, ഇതിനാണ് നമ്മൾ ക്ലീറ്റ് എന്ന് പറയുന്നത്. അടുത്താണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അതായത് ബീമിനോ ട്രസ്സിനോ അടിയിൽ വെച്ചിരിക്കുന്ന ദീർഘചതുരാകൃതിയിലുള്ള കല്ല്. നമ്മളൊരു ബീമൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ ഒരു ഡയറക്റ്റ് നമ്മളത് ചുമരിൻ്റെ മുകളിലല്ല കൊടുക്കുക അല്ലേ, അതിൻ്റെ ഒരു സപ്പോർട്ട് ഇട്ടിട്ടാണ് നമ്മളത് കൊടുക്കുക. അത് എല്ലാ ഭാഗത്തും നമ്മളത് കൊടുക്കും. അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ബീം കൊടുക്കുക. അത് ചിലപ്പോൾ ഒരു കല്ല്, പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലൊക്കെയാണ് നമ്മൾ കൊടുക്കാറ്, സ്റ്റോണൊക്കെയാണ് നമ്മളങ്ങനെ കൊടുക്കുക. അതായത് ചതുരാകൃതിയിലോ സമചതുരോ അല്ലെങ്കിൽ ദീർഘചതുരത്തിലോ ഒക്കെ ഉള്ള ഏതെങ്കിലും സ്റ്റോണിൻ്റെ പീസുകളാണ് നമ്മൾ ഈ ടെംപ്ലേറ്റായിട്ട് നമ്മൾ കൊടുക്കാറുള്ളത്. ഇപ്പം നമ്മളത് കോൺക്രീറ്റും അതുപോലെ ബ്ലോക്കുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ഈ ചുമരിൽ ലോഡിന് ഈക്വലായിട്ട് താഴേക്ക്, ഇപ്പോൾ ട്രസ്സിൻ്റെ ലോഡിനെ, മുകളിൽ വരുന്ന ലോഡിനെ താഴേക്ക് ഈക്വലായിട്ട് താഴേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് നമ്മൾ ബീം ചുമരിൻ്റെ മുകളിൽ വെക്കില്ലല്ലോ, പകരം ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലല്ല നമ്മൾ വെക്കുക. അപ്പോൾ ആ വെക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെംപ്ലേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഹിപ്പ് റാഫ്റ്റർ, അതായത് ആ ഹിപ്പ് എന്ന് പറയുന്ന ഏരിയയിൽ വെക്കുന്ന റാഫ്റ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ കാണിക്കുമ്പോൾ കണ്ടോ, ഹിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിളിൽ ഈ ഒരു ഭാഗത്തിനാണ് ഹിപ്പ് റാഫ്റ്ററിന് ഇരിക്കുന്നത്. ആ ആംഗിളിൽ വെക്കുന്ന റാഫ്റ്ററിനെ നമ്മൾ എന്ത് പറയുന്നു, ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ വരുന്ന ഈ ആംഗിളിൽ വെക്കുന്ന റാഫ്റ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹിപ്പ് റാഫ്റ്റർ. ഹിപ്പിൽ വെക്കുന്ന റാഫ്റ്റർ അത് തന്നെയാണ് ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പറയണത് എന്താ, വാൾ പ്ലേറ്റ്. വാൾ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ റാഫ്റ്ററിൻ്റെ അടിഭാഗം ഉറപ്പിക്കാനായിട്ട് ചുമരിൽ വെച്ചിരിക്കുന്ന ഒരു മരത്തിൻ്റെ പീസാണെന്ന് പറയുന്നത്. അതിവിടെ കൊടുത്തിട്ടുണ്ടാവും വാൾ പ്ലേറ്റ് എന്താണെന്നുള്ളത്. വാൾ പ്ലേറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെയാണ്. ഇതിൽ കാണിക്കുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ വാൾ പ്ലേറ്റ് കൊടുക്കുക. അതായത് ഈ കോമൺ റാഫ്റ്റർ ഇങ്ങനെ പുറത്തേക്ക് നീണ്ടു വരില്ലേ, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്, അതിനെയാണ് നമ്മൾ വാൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ കോമൺ റാഫ്റ്റർ ഡയറക്റ്റ് ചുമരിൻ്റെ മുകളിലല്ല ഇരിക്കുക അല്ലേ. അതായത് ഈ കഴുക്കോല് ഇരിക്കുന്നത് ഡയറക്റ്റ് ചുമരിൻ്റെ മുകളിലല്ലല്ലോ, നമ്മൾ അതിൻ്റെ മുകളിൽ വേറൊരു ഇത് വെക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. മലയാളത്തിലൊക്കെ അതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല. നമ്മൾ ആ ചുമരിൻ്റെ മുകളിൽ ഈ കഴുക്കോലിനെ ഡയറക്റ്റ് ചുമരിൻ്റെ മുകളിലേക്ക് തട്ടാതെ വേറൊരു പാട്ടിൻ്റെ ഉത്തരം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാൾ പ്ലേറ്റ് എന്ന് നമ്മൾ പറയണത്. അതായത് കഴുക്കോല് വോളുമ്മ ടച്ച് ചെയ്യില്ല, അതായത് കഴുക്കോലിൻ്റെ എൻഡ് ഭാഗം വോളുമ്മ ടച്ച് ചെയ്യില്ല. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കൊടുക്കുന്ന ആ പാട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ വാൾ പ്ലേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അത് വോളിൻ്റെ മുകളിൽ വെക്കുന്ന പ്ലേറ്റ്, അതാണ് ഒരു പ്ലേറ്റ് എന്ന് വെച്ചാൽ അവിടെ വെക്കുന്ന ഒരു പാർട്ട്, അതാണ് നമ്മൾ വാൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. പിന്നെ വാലി റാഫ്റ്റർ, അതായത് വാലിയിൽ കൊടുക്കുന്ന റാഫ്റ്ററിനെയാണ് നമ്മൾ വാലി റാഫ്റ്റർ എന്ന് പറയുന്നത്. വാലി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, 2 റൂഫുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളാണ് അല്ലേ. അപ്പോൾ അവിടെ വെക്കുന്ന റാഫ്റ്ററിനെയാണ് നമ്മൾ വാലി റാഫ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ ജാക്ക് റാഫ്റ്റർ ഉണ്ട്. അതായത് ഇതെല്ലാം കഴുക്കോല് തന്നെയാണ്, പക്ഷെ ഇത് ഓരോന്നും ഇരിക്കുന്ന പൊസിഷൻ അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ കോമൺ റാഫ്റ്റർ, ജാക്ക് റാഫ്റ്റർ, ഹിപ്പ് റാഫ്റ്റർ, ഇങ്ങനെയൊക്കെ ഇതിൻ്റെ പേരുകൾ മാറുന്നത്. ഇത് ഇരിക്കുന്ന പൊസിഷൻ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പേരുകൾ മാറി മാറി വരുന്നത്. ഹിപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ ഹിപ്പ് റാഫ്റ്റർ ആണ്. പിന്നെ ജാക്ക് റാഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ കോമൺ റാഫ്റ്റർ എന്ന് നമ്മൾ പറഞ്ഞത് ഈ റിഡ്ജ് മുതൽ ഇപ്പോൾ ഈ ഇരിക്കുന്നതാണ് കോമൺ റാഫ്റ്റർ.
അതായത് റിഡ്ജ് മുതൽ ഈവ്സ് വരെ നീണ്ടു കിടക്കുന്ന ഭാഗമാണ് കോമൺ റാഫ്റ്റർ. എന്നാൽ ജാക്ക് റാഫ്റ്ററിൻ്റെ പ്രത്യേകത നോക്കിയേ, ഇത് ടച്ച് ചെയ്യണത് റിഡ്ജിലല്ല ടച്ച് ചെയ്യണേ. ഇത് എവിടെ ടച്ച് ചെയ്യണേ? നമ്മുടെ ഹിപ്പ് റാഫ്റ്ററിലാണ്. അതായത് ഹിപ്പ് റാഫ്റ്റർ മുതൽ എവിടെ നമ്മുടെ ഈവ്സ് വരെ കിടക്കുന്ന ഭാഗത്തിനെയാണ് റാഫ്റ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജാക്ക് റാഫ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഇവിടെയാണ് ഇത് ടച്ച് ചെയ്തിട്ട് ഈ ഇരിക്കുന്നത് കണ്ടോ, ഈ ലൈൻസ് 3 ലൈൻസ് കാണില്ലേ, ഇതാണ് ജാക്ക് റാഫ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എവിടെ ടച്ച് ചെയ്യണില്ല? റിഡ്ജിൽ ടച്ച് ചെയ്യണില്ല. അത് മനസ്സിലായോ? എവിടെ ടച്ച് ചെയ്യുന്നത്? ഹിപ്പ് റാഫ്റ്ററിലാണ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഹിപ്പ് റാഫ്റ്റർ മുതൽ നീണ്ടു കിടക്കുന്ന ഇങ്ങനെയുള്ള റാഫ്റ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജാക്ക് റാഫ്റ്റർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിലെ ഒരെണ്ണം കോമൺ റാഫ്റ്റർ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ട്രയാങ്കിളിനകത്ത് വരുന്ന ഒരു റാഫ്റ്റർ ഏതായിരിക്കും? കോമൺ റാഫ്റ്റർ ആയിരിക്കും. അതേതാ? ഈ സെൻറ്ററിൽ വരുന്ന റാഫ്റ്റർ. കാരണം എന്താ? ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന റാഫ്റ്റർ ഈ റിഡ്ജുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും അല്ലേ? ഇതിൻ്റെ ഈ ട്രയാങ്കിൾ പോലെ കാണുന്ന ഈ ഭാഗത്തിൻ്റെ സെൻറ്ററിൽ വരുന്ന റാഫ്റ്റർ ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് ടച്ച് ചെയ്തിട്ടാണ് നമുക്ക് ഇതിൻ്റെക്ക് വരിക. അപ്പോൾ അത് റിഡ്ജിൽ ടച്ച് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ റിഡ്ജിൽ ടച്ച് ചെയ്തിട്ട് വരുന്ന റാഫ്റ്ററിനെ നമ്മൾ എന്തെന്ന് പറയും? അത് കോമൺ റാഫ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരെണ്ണം കോമൺ റാഫ്റ്ററും ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? ജാക്ക് റാഫ്റ്ററും ആയിരിക്കും. അപ്പോൾ ഇത് ഇരിക്കുന്ന പൊസിഷൻ അനുസരിച്ചിട്ടാണ് വാലി റാഫ്റ്റർ. ഇരിക്കുന്നതാണ് വാലി. അപ്പോൾ ഇവിടെ വെക്കുന്ന റാഫ്റ്ററാണ് എന്തെന്ന് പറയുന്നത്? വാലി റാഫ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും അതാത് ഇരിക്കുന്ന പൊസിഷൻ അനുസരിച്ചിട്ടാണ് നമ്മളിതിനെ പേരുകൾ ഇങ്ങനെ വാലി റാഫ്റ്റർ, ജാക്ക് റാഫ്റ്റർ, അതുപോലെ ഹിപ്പ് റാഫ്റ്റർ എന്നൊക്കെ നമ്മളതിനെ വിളിക്കുന്നത്. അല്ല, ഹിപ്പ് മുതൽ ഈവ്സ് വരെ നീണ്ടു കിടക്കുന്ന റാഫ്റ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജാക്ക് റാഫ്റ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ കാണിച്ചു തന്നത്. അടുത്തതാണ് ബാറ്റൻസ്. മുകളിൽ റൂഫ് കവറിങ് വിരിക്കാനായിട്ട് റാഫ്റ്ററിൽ ആണി വെച്ച് ഉറപ്പിക്കുന്ന മരത്തിൻ്റെ സ്ട്രിപ്പുകളാണ്. നമ്മൾ പട്ടിക അടിക്കുക എന്ന് നമ്മൾ പറയില്ലേ? ബാറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക എന്നാണ്. അതായത് കഴുക്കോലിന് മുകളിലാണ് നമ്മൾ പട്ടിക അടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് വെക്കുന്നത്? ഓടുകൾ നിരത്തി വെക്കുന്നത്. അപ്പോൾ കഴുക്കോലിന് മുകളിൽ കൊടുക്കുന്ന ഓടുകൾ റൂഫ് കവറിങ്ങിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? ബാറ്റൻസ് എന്ന് പറഞ്ഞാൽ. ഇത് പട്ടിക അടിക്കുക എന്ന് പറയുന്നത്. പിന്നെ ബോർഡിംഗ് എന്ന് പറയുന്നുണ്ട്. ബാറ്റൻസ് പോലെ തന്നെ റൂഫിങ് വിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ബാറ്റൻസിന് പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ബോർഡിംഗ് എന്ന് പറയുന്നത്. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാഫ്റ്ററുകളാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. കാരണം ഈ ഓരോ റാഫ്റ്ററുകളും ഏത് ഭാഗത്ത് വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. കോമൺ റാഫ്റ്റർ എന്താണ്, വാലി എന്താണ്, വാലി റാഫ്റ്റർ എന്താണ്. അതായത് വാലി എന്ന് പറയുന്നത് ഈ രണ്ട് റൂഫുകൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഈ ആംഗിളാണ് വാലി. ഇവിടെ വെക്കുന്ന റാഫ്റ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാലി റാഫ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് ട്രയാങ്കിൾ പോലെ ഈ രണ്ട് സൈഡിലേക്ക് സ്ലോപ്പ് കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹിപ്പ് എന്ന് പറയുന്നത്. അവിടെ വെക്കുന്ന റാഫ്റ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിപ്പ് റാഫ്റ്റർ എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ജാക്ക്, അതായത് ഹിപ്പ് മുതൽ ഈവ്സ് വരെ നീണ്ടു കിടക്കുന്ന ഈ റാഫ്റ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജാക്ക് റാഫ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് ഇത് എവിടെയാണ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. കോമൺ റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡ്ജ് മുതൽ ഈവ്സ് വരെ നീണ്ടു കിടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ റാഫ്റ്റർ. ഇത് 1 വേർഡ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ റാഫ്റ്ററുകൾ എന്താണെന്നുള്ളത് ഇതിൻ്റെ പൊസിഷൻ അനുസരിച്ച് നിങ്ങളത് മനസ്സിലാക്കി വെക്കണം. കോമൺ റാഫ്റ്റർ എന്താണ്, വാലി റാഫ്റ്റർ എന്താണ്, അതുപോലെ തന്നെ ഹിപ്പ് റാഫ്റ്റർ എന്താണ്, ജാക്ക് റാഫ്റ്റർ എന്താണ്. അപ്പോൾ 4 ടൈപ്പ് റാഫ്റ്ററുകൾ നമുക്കിതിൽ ഒരു റൂഫിൽ നമുക്ക് വരുന്നുണ്ട്. ഒരു പിച്ച്ഡ് റൂഫിൽ അല്ലെങ്കിൽ സ്ലോപ്പിംഗ് റൂഫിൽ നമുക്ക് 4 ടൈപ്പ് റാഫ്റ്റേഴ്സാണ് നമുക്ക് വരുന്നത്. അതാത് ഇരിക്കുന്ന പൊസിഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ആ പേരുകൾ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അത് എവിടെ വരുന്നു എന്നുള്ളത് നമ്മൾ ഇതുപോലെ ഈ പിക്ചർ മനസ്സിൽ വെച്ചിട്ട് അതിൻ്റെ ഓരോ പൊസിഷൻസ് മനസ്സിലാക്കിയിട്ട് നമ്മളത് വെക്കണം. കാരണം 1 വേർഡിൽ ചോദിക്കാനായിട്ട് സാധ്യതയുള്ളതാണ്. പിന്നെ റിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതിൻ്റെ ടോപ്പ് ഭാഗത്തിനെയാണ്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? റിഡ്ജ് എന്ന് പറയുന്നത്. അവിടെ വെക്കുന്ന പാർട്ടിനെ നമ്മൾ എന്താ പറയുക? റിഡ്ജ് പീസോ അല്ലെങ്കിൽ വേറെന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, റിഡ്ജ് പീസ് എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇന്നലെ അതിൻ്റെ വേറൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പാൻ, റൈസ്, പിച്ച്, ഈവ്സ്, റിഡ്ജ്. അതിൽ വേറെന്താ പേര് പറഞ്ഞത്? റിഡ്ജ് പീസ് അല്ലെങ്കിൽ റിഡ്ജ് ബീം, അങ്ങനെയാണ് നമ്മൾ പറയുക. റിഡ്ജ് പീസ് അല്ലെങ്കിൽ റിഡ്ജ് ബീം എന്ന് പറയും. ഏറ്റവും ടോപ്പ് മോസ്റ്റിനെ നമ്മൾ പറയുന്ന ഭാഗത്തിന് റിഡ്ജ് എന്നാണ് പറയുക. അവിടെ വെക്കുന്ന പാർട്ടിനെ നമ്മൾ റിഡ്ജ് പീസ് അല്ലെങ്കിൽ റിഡ്ജ് ബീം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗവും എവിടെ വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് വെക്കണം.
സ്പാൻ എന്താണെന്നൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. പിച്ച് എന്താണെന്ന് പറഞ്ഞതാണ്. ചെരുവിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. റൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റാണ്. അത് അവരിവിടെ സ്പെഷ്യൽ മെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. റൈസ്, ഇതിനെയാണ് റൈസ് എന്ന് പറയുന്നത്. ഈ റൈസ് നമ്മൾ കൊടുക്കുന്നത് സ്പാനിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, റൈസ് കൊടുക്കുന്നത്. അതായത് ഈ സ്ലോപ്പിംഗ് റൂഫിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ സ്പാനിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ റാഫ്റ്റേഴ്സാണ് മെയിനായിട്ട് വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സ്പാൻ, റൈസ്, പിച്ച് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഇങ്ങനെ വരുന്നത് ഈ സ്പാൻ, റൈസ്, പിച്ച്, ഈവ്സ് എന്താണ്, അതൊക്കെ ചോദിക്കാറുണ്ട് വൺ വേർഡ് ക്വസ്റ്റ്യനിൽ കേട്ടോ. അതുപോലെ തന്നെ ഈ റാഫ്റ്റേഴ്സ്, ഇപ്പോൾ ഹിപ്പ് ആൻഡ് ഗേബിൾ എൻഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ചോദിക്കാറില്ല, എങ്കിൽ പോലും അത് മനസ്സിലാക്കി വയ്ക്കുക. ആ ഫിഗർ നോക്കിയിട്ട് ഇത് എവിടെ വരുന്നത്, ഏതാണ് ഭാഗം എന്നുള്ളത്. അതുപോലെ കോമൺ റാഫ്റ്റർ, പർലിൻ, ക്ലീറ്റ്, ടെംപ്ലേറ്റ്, പിന്നെ റാഫ്റ്റേഴ്സ്. അപ്പോൾ ഈ ഭാഗം ഇതൊക്കെ മറ്റേ ഈ ബോർഡിംഗ് ഒന്നും നമുക്ക് അങ്ങനെ സാധാരണ ചോദിക്കാറില്ല. അതുപോലെ വെർജ്, ബാർജ് ബോർഡ് ഇങ്ങനെയുള്ളതൊന്നും പൊതുവേ നമ്മൾ ചോദിക്കാറില്ല. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളല്ല. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്താണെന്നുള്ളത് ഈ പിക്ചർ നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, പിന്നെ വരുന്ന വിവിധ തരം പിച്ച്ഡ് റൂഫ്. ഇത്രയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, റൂഫിൻ്റെ പാർട്സുകൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൽ റാഫ്റ്റേഴ്സാണ് നമുക്കതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ പിച്ച്ഡ് റൂഫിൻ്റെ തന്നെ ടൈപ്സ് ആണ് പറയുന്നത്. ടൈപ്സ് ഓഫ് പിച്ച്ഡ് റൂഫ്. പിച്ച്ഡ് റൂഫ് പലതരത്തിലുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇതാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കുക. അപ്പോൾ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിച്ച്ഡ് റൂഫുകൾ എത്ര തരം ഉണ്ടെന്ന് പറഞ്ഞു. സിംഗിൾ റൂഫ്, ഡബിൾ റൂഫ്, അതുപോലെ തന്നെ ട്രസ്ഡ് റൂഫ്. അപ്പോൾ നമ്മൾ ആദ്യം പ്രധാനമായിട്ടും 3 തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് സ്ലോപ്പിംഗ് റൂഫ്, പിച്ച്ഡ് റൂഫ്, രണ്ടാമത്തത് ഫ്ലാറ്റ് റൂഫ്, മൂന്നാമത്തത് മാൻഷഡ് റൂഫ്. ഇങ്ങനെ 3 ടൈപ്പ് റൂഫുകളാണ് ഉള്ളത്. അതിൽ പിച്ച്ഡ് റൂഫിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണ്? സിംഗിൾ റൂഫ്, ഡബിൾ റൂഫ്, ട്രസ്ഡ് റൂഫ്. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മളിതിനെ തരംതിരിച്ചിട്ടുള്ളത്. സ്ലോപ്പിംഗ് റൂഫിനെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഗേബിൾ എൻഡ്, ഹിപ്പ് എൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ഓരോ റൂഫിൻ്റെയും പ്രത്യേകത, ഗേബിൾ റൂഫ്, ഹിപ്പ് റൂഫ്, ലീൻ ടു റൂഫ്, ഗ്രാമ്പിൾ റൂഫ്, ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് അതിന് ആ പേര് വന്നത്. ലീൻ ടു റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സൈഡ് ചെരുവാണ്. ഹിപ്പ് റൂഫ് എന്ന് പറയുമ്പോൾ 4 ഭാഗത്തേക്കും ചെരുവാണ്. ഗേബിൾ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് അതിൻ്റെ ചെരുവ് ഉണ്ടാവുള്ളൂ. പിന്നെ ഗ്രാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേബിൾ റൂഫ് പോലെ തന്നെയാണ്, പക്ഷെ അതിനൊരു ബ്രേക്ക് ഉണ്ട്. ഡെക്ക് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിപ്പ് റൂഫ് പോലെയാണ്, പക്ഷെ അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് അവിടെ പ്ലെയിൻ ആയിരിക്കും. അതായത് കൂർത്തതായിരിക്കില്ല. അവിടെ അത് സർഫസ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ മാൻഷഡ് ഡ്രസ്സ് ഹിപ്പ് റൂഫ് പോലെ തന്നെയാണ്, പക്ഷെ അവിടെ ഈ ചെരുവിന് അവരെന്ത് കൊടുത്തിട്ടുണ്ടാവും, ഒരു ബ്രേക്ക് കൊടുത്തിട്ടാണ് ആ ചെരുവ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. ഈ പറയുന്ന പല ടൈപ്പിലുള്ള പിച്ച്ഡ് റൂഫുകളുണ്ട്. സ്ലോപ്പിംഗ് റൂഫ് തന്നെ പല തരത്തിലുണ്ട്. അത് സിംഗിൾ ഉണ്ട്, ഡബിൾ ഉണ്ട്, ട്രസ്ഡ് ഉണ്ട്. അതിൽ സിംഗിൾ റൂഫാണ്. ഇപ്പോൾ 5 മീറ്റർ വരെയുള്ള, അതിൽ സിംഗിൾ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മീറ്റർ വരെയുള്ള സ്പാനിനെ ഇത്തരം റൂഫ് ആവാം. റിഡ്ജിലും അതുപോലെ തന്നെ ഈവ്സിലും താങ്ങി നിർത്തപ്പെടുന്ന കോമൺ റാഫ്റ്റുകൾക്കിടയിൽ മറ്റു താങ്ങുകൾ ഇല്ല. റാഫ്റ്റുകളുടെ സ്പാൻ കൂടിയത് 2.5 മീറ്റർ ആണ്. താഴെ പറയുന്ന 5 തരം സിംഗിൾ റൂഫുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻസിൽ നമുക്ക് വരയ്ക്കാനുള്ളതും എഴുതാനുള്ളതും ഇതാണ്. അതായത് സിംഗിൾ റൂഫിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മളോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത് മെയിനായിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എന്താണ് അതിൽ പറയുന്നത്? 5 മീറ്റർ വരെയുള്ള സ്പാനിനാണ് നമ്മൾ സിംഗിൾ റൂഫ് ഉപയോഗിക്കുന്നത്. സിംഗിൾ റൂഫ് എവിടെ ഉപയോഗിക്കുന്നത്? 5 മീറ്റർ വരെ നമുക്ക് എന്ത് കൊടുക്കാം? സ്പാൻ കൊടുക്കാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ സിംഗിൾ റൂഫ് ഉപയോഗിക്കുന്നത്. ഇനി അതായത് 2 പില്ലറുകൾ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൊടുക്കണം. അതിൻ്റെ ഇടയിൽ വേറൊരു സപ്പോർട്ടോ കാര്യങ്ങളോ നമ്മൾ അതിൽ കൊടുക്കണില്ല. അതാണ് ആ സ്പാൻ കൂടുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് കൊടുക്കേണ്ടി വരും അല്ലേ. സ്പാൻ കൂടുമ്പോൾ ഇതാവുമ്പോൾ അതാണ് 5 മീറ്ററിലും താഴെ വരുന്ന റൂഫുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംഗിൾ റൂഫ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തുണ്ടാവില്ല, ഈ 5 മീറ്റർ സ്പാനിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു പില്ലറോ അല്ലെങ്കിൽ വേറൊരു സപ്പോർട്ടോ നമുക്ക് ഉണ്ടാവില്ല. റാഫ്റ്ററുകളുടെ സ്പാൻ എന്ന് പറയുന്നത് 2.5 മീറ്ററാണ്. താഴെ പറയുന്ന 5 തരം സിംഗിൾ റൂഫുകളുണ്ട്. അതിൽ ഒന്നാമത് പറയുന്നതാണ് എന്ത്? ലീൻ ടു റൂഫ്. ഇതാണ് നമ്മൾ
പറഞ്ഞു ലീൻ ടു റൂഫ്. ഇതാണ് വരയ്ക്കാനുണ്ടായിരിക്കുക. ലീൻ ടു റൂഫ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇതുപോലെ നമ്മളതിനെ വരയ്ക്കണം. ലീൻ ടു റൂഫിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു. വൺ സൈഡ് സ്ലോപ്പുള്ള റൂഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീൻ ടു റൂഫ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി എന്താണ് ലീൻ ടു റൂഫ് നോക്കാം നമുക്ക്. ഇതിനെ പെൻഡ് റൂഫ് അല്ലെങ്കിൽ ഐസൽ റൂഫ് എന്ന് പറയാറുണ്ട്. ചുമരിൽ ഉയർന്ന ഭാഗത്ത് മരത്തിൽ നിർമ്മിച്ച വാൾ പ്ലേറ്റ് അടിഭാഗത്ത് സ്റ്റീലിൽ അല്ലെങ്കിൽ കല്ലിൽ നിർമ്മിച്ച കോർബലിൽ താങ്ങി നിർത്തിയിരിക്കും. മറ്റു ഭാഗത്ത് പില്ലറിലോ ചുമരിലോ വാൾ പ്ലേറ്റിലോ അഥവാ പ്ലേറ്റ്. അതായത് ഇതെന്താ സംഭവം എന്നാണ് ഇപ്പോൾ ഈ പറയുന്നത് നമ്മളോട്. എങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് വാളുകളുണ്ട്. നമുക്ക് ചിത്രം കാണുമ്പോൾ മനസ്സിലാവും അല്ലേ. ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ സ്ലോപ്പായിട്ട് കൊടുക്കുന്ന വൺ സൈഡ് സ്ലോപ്പായിട്ട് കൊടുക്കുന്ന വാളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൂഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീൻ ടു റൂഫ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് കൊടുത്തിരിക്കുന്ന രീതിയാണ് അവരിതിൽ പറഞ്ഞിട്ടിരിക്കുന്നത്. അത് ഇവിടുന്ന് വോളിൻ്റെ ഇതിന്ന് തുടങ്ങി അതെവിടെ അവസാനിക്കുന്നുണ്ട്, രണ്ടാമത്തെ വാളിലേക്ക് വന്ന് അത് ഇരിക്കുന്നത് പറയുന്നുണ്ട് വാൾ പ്ലേറ്റിൻ്റെ മുകളിലാണ് അത് നമ്മൾ ഇരിക്കണം. കണ്ടോ, ഇത് ഇരിക്കുന്ന ഈ ഒരു ഭാഗം, ഈ ചെറിയൊരു പീസ് കൂടെ അങ്ങനെ മാർക്ക് ചെയ്തിരിക്കണം കണ്ടോ. അതെ, വാൾ പ്ലേറ്റ് എന്ന് അവർ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റ് പ്ലേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ പോസ്റ്റിൻ്റെ മുകളിൽ ഇതിനെ താങ്ങി ഇത് കൂടെയാണ് എന്ത് കോമൺ ഡ്രാഫ്റ്റർ പാസ് ചെയ്തിട്ട് പുറത്തേക്ക് ഈ വാൾ പ്ലേറ്റിനെ കവർ ചെയ്തിട്ടാണ് നമ്മുടെ കോമൺ ഡ്രാഫ്റ്റർ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. ഇപ്പോൾ അതിലെന്തുണ്ട്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു വാളിൽ നിന്ന് നമ്മൾ കോമൺ ഡ്രാഫ്റ്റർ വെക്കുന്നു അല്ലേ. ഇങ്ങനെ ഈ അരോസ് ഇട്ട് കാണിച്ചിട്ടില്ലേ, അതാണ് കോമൺ ഡ്രാഫ്റ്റർ. അപ്പോൾ ഇവിടെ നമ്മളൊരു വാൾ പ്ലേറ്റ് കോർബൽ പോലെ കൊടുത്തിട്ടുണ്ട്. അതായത് സപ്പോർട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ ഈ കോമൺ ഡ്രാഫ്റ്ററിന് ഒരു സപ്പോർട്ട് പോലെ കൊടുക്കുന്നതാണ് വാളിൻ്റെ ഉള്ളിൽ നിന്ന് കൊടുത്തിട്ട്. അതിനെ കോർബൽ എന്നാണ് പറയുന്നത് സംഭവത്തിന്. അപ്പോൾ കോർബൽ കൊടുത്തിട്ട് അവിടെ വാൾ പ്ലേറ്റ് കൊടുത്തിട്ടാണ് അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഈ കോമൺ ഡ്രാഫ്റ്ററിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇപ്പുറത്തെ വാളിൻ്റെ മുകളിൽ നമ്മൾ വാൾ പ്ലേറ്റ് കൊടുത്തിട്ട് അത് പുറത്തേക്ക് കോമൺ ഡ്രാഫ്റ്റ് തള്ളി നിൽക്കുന്നു. അപ്പോൾ ഈ എൻഡ് ഭാഗത്തിനെയാണ് നമ്മൾ ഈവ്സ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുക്കുന്ന ആ പാർട്ടിനെയാണ് നമ്മൾ ഈവ്സ് ബോർഡ് എന്ന് പറയുന്നത്. ഈവ്സ് ബോർഡിൻ്റെ മുകളിലാണ് നമ്മൾ ഈ വെള്ളം പോകാനുള്ള ഗട്ടർ പോലത്തെ സംഭവം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കോമൺ ഡ്രാഫ്റ്ററിൻ്റെ മുകളിൽ ഇരിക്കുന്നതാണ് നമ്മുടെ ബാറ്റൻസ് ആണ് ഇരിക്കുന്നത്, പട്ടിക. കോമൺ ഡ്രാഫ്റ്ററിൻ്റെ മുകളിൽ എന്തടിച്ചിരിക്കുന്നു, പട്ടിക അടിച്ചിരിക്കുന്നു. അടുത്ത ഡബിൾ ലൈനായിട്ട് കാണിച്ചിട്ടുള്ളതാണ് എന്ത്, റൂഫ് കവറിങ്ങിൻ്റെ ഇത് ഡബിൾ ലൈനായിട്ട് കാണിച്ചിരിക്കുകയാണ്. ഓട് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ ഒരു ഡബിൾ ലൈനിൽ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വി പോലെ ഇങ്ങനെ വി അങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് എന്ത്, കോമൺ ഡ്രാഫ്റ്റർ. അതിൻ്റെ മുകളിൽ പട്ടിക അടിച്ചിരിക്കുകയാണ്, അതിൻ്റെ മുകളിൽ റൂഫ് കവറിങ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ഈ കോമൺ ഡ്രാഫ്റ്റർ റെസ്റ്റ് ചെയ്യണത് എവിടെയാണ്, നമ്മുടെ വാൾ പ്ലേറ്റിന് മുകളിലാണ് എന്ത് കോമൺ ഡ്രാഫ്റ്റർ റെസ്റ്റ് ചെയ്യണത്. ചുമരിൻ്റെ മുകളിലല്ല, ഈ വാൾ പ്ലേറ്റിൻ്റെ മുകളിലാണ് സപ്പോർട്ട് ചെയ്തിട്ടാണ് കോമൺ ഡ്രാഫ്റ്റർ റെസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും കാര്യങ്ങൾ ഇത് എന്താണ് ഈ റൂഫ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും എളുപ്പമാണ്. അതായത് ഇത് കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല, ഇത് ചെയ്യേണ്ട രീതികൾ. പക്ഷെ ഇത് വായിച്ച് നമ്മളിത് മനസ്സിലാക്കി വെക്കണം ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. ഇനി നമുക്കിതിലേക്ക് നോക്കാം. ചുമരിൽ ഉയർന്ന ഭാഗത്ത് മരത്തിൽ നിർമ്മിച്ച വാൾ പ്ലേറ്റ് അടിഭാഗത്ത് സ്റ്റീലിൽ അല്ലെങ്കിൽ കല്ലിൽ നിർമ്മിച്ച കോർബല്. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ കോർബലിൻ്റെ മുകളിൽ എന്ത് വെച്ചിരിക്കുന്നത്, വാൾ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഈ വാൾ പ്ലേറ്റിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യണത്, നമ്മുടെ കോമൺ ഡ്രാഫ്റ്റർ കണക്ട് ചെയ്യണത്. അടിഭാഗത്ത് അല്ലെങ്കിൽ കല്ലിൽ നിർമ്മിച്ച കോർബൽ താങ്ങി നിർത്തിയിരിക്കും. മറുഭാഗത്ത് പില്ലറിലോ ചുമരിലോ വാൾ പ്ലേറ്റ് അഥവാ പോസ്റ്റ് പ്ലേറ്റ് കയറ്റി ഉറപ്പിച്ചിരിക്കും. മറുഭാഗത്താണ് ഇപ്പുറത്തെ പില്ലറിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്, വാൾ പ്ലേറ്റിലോ നമ്മളിത് വെച്ചിരിക്കും. സ്ലോപ്പ് 30 ഡിഗ്രി. അപ്പോൾ ഇതിന് കൊടുക്കുന്ന ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് എത്രയാണ്, 30 ഡിഗ്രിയാണ് നമ്മളിതിന് കൊടുക്കുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത്. കോമൺ ഡ്രാഫ്റ്റർ മുകൾ ഭാഗത്ത് വാൾ പ്ലേറ്റുമായിട്ട് ആണി വെച്ചും അടിഭാഗം ചെത്തി കയറ്റിയ ശേഷം വാൾ പ്ലേറ്റ് പോസ്റ്റ് പ്ലേറ്റുമായിട്ട് ആണി അടിച്ചിട്ടാണ് നമ്മൾ ഈ വാൾ പ്ലേറ്റിന് മുകളിൽ ഉറപ്പിക്കുന്നതെന്ന് പറയുന്നത്. കുറച്ചൊരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഷെഡ്, ഔട്ട് ഹൗസ്, വരാന്ത തുടങ്ങിയവയ്ക്ക് കൂടിയത് 2.5 മീറ്റർ സ്പാനിലാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലീൻ ടു റൂഫിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് മാക്സിമം 2.5 മീറ്റർ ആണ് നമ്മൾ ലീൻ ടു റൂഫിൻ്റെ സ്പാൻ നമ്മൾ കൊടുക്കുന്നത്. ലീൻ ടു റൂഫിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 5 മീറ്ററിനകത്ത് വരുന്ന സ്പാനിനകത്ത് വരുന്ന റൂഫുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംഗിൾ റൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ 5 മീറ്ററിനകത്ത് അതിൽ തന്നെ ഈ 2.5 മീറ്റർ ആണ് നമ്മൾ എന്തിന് കൊടുക്കുന്നത്, ലീൻ ടു റൂഫിന് കൊടുക്കുന്ന സ്പാൻ എന്ന് പറയുന്നത് 2.5 മീറ്റർ ആണ്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ
എഴുതി ചേർക്കണം. ഞാനിത് റൂഫ് പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഈ റൂഫുകളൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇതിൽ കൊടുക്കുന്ന സ്പാനിനെ ബേസ് ചെയ്തിട്ടാണ്. ആ സ്പാനിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളിതിൽ എന്ത് കൊടുത്തിട്ടുള്ളത്, ഈ റൂഫുകൾ ഏതൊക്കെയാണെന്നുള്ളത് തരംതിരിച്ചിട്ടുള്ളത്. സ്പാൻ കൂടുന്തോറും അതിനനുസരിച്ചിട്ട് വരുന്ന അതിൻ്റെ അകത്ത് വരുന്ന പാർട്ടുകൾക്ക് വ്യത്യാസം വരും. കാരണം എന്താ, സ്പാൻ കൂടുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് കൂടി വരില്ലേ, അപ്പോൾ ആ ലെങ്ത്ത് കൂടി വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ വരുന്ന സപ്പോർട്ടുകൾക്കും വ്യത്യാസം വരും. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ റൂഫാണ്, അതായത് വൺ സൈഡ് സ്ലോപ്പുള്ള റൂഫാണ്. ഇതിൽ നമുക്ക് വേറെ, കാരണം 2.5 മീറ്റർ ആണ് മാക്സിമം. അതുകൊണ്ടാണ് പറഞ്ഞത് വരാന്ത, ബാൽക്കണി, അങ്ങനെയുള്ള ഔട്ട് ഹൗസ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഇപ്പോൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അത്യാവശ്യം ഈ വിറക് ഒക്കെ വെക്കാനൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ചെറിയ പുറത്ത് വരുന്ന വരാന്ത, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ മാക്സിമം കൊടുക്കുന്ന സ്പാൻ എന്ന് പറയുന്നത് 2.5 മീറ്റർ സ്പാനാണ്. ഈ 2.5 മീറ്റർ സ്പാനിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ലീൻ ടു റൂഫ്. അപ്പോൾ അത് നമുക്കതിലൊരു പോയിൻ്റായിട്ട് എഴുതി വയ്ക്കുക. പിന്നെ ഇത് വെക്കുന്ന രീതി, ഒരു വാളിൽ, അതായത് മെയിൻ വാളിൽ കോർബലിൻ്റെ മുകളിൽ വാൾ പ്ലേറ്റ് വെച്ച് അതിൽ നിന്ന് കോമൺ റാഫ്റ്റർ വന്നിട്ടാണ് കണക്റ്റഡ് ആവുന്നത്. അതുപോലെ എൻഡ് വാളിൽ എന്താണ്, കോമൺ റാഫ്റ്റർ വാൾ പ്ലേറ്റിൻ്റെ മുകളിൽ നമ്മൾ കോമൺ റാഫ്റ്ററിനെ റെസ്റ്റ് ചെയ്യിക്കുകയാണ്. അതിന് മുകളിൽ പട്ടിക അടിച്ച് അതിന് മുകളിൽ നമ്മൾ റൂഫ് കവറിങ് കൊടുക്കുന്നു. ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത്, ലീൻ ടു റൂഫ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് നിങ്ങളത് അങ്ങനെ എഴുതി വെക്കുക. ലീൻ ടു റൂഫിൻ്റെ സ്പാൻ മനസ്സിൽ അത് ഓർത്ത് വെക്കണം. 2.5 മീറ്റർ സ്പാനിലാണ്, അതിൽ കൂടുതൽ നമ്മൾ കൊടുക്കൂല. മാക്സിമം 2.5 മീറ്റർ സ്പാനിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ലീൻ ടു റൂഫ് നമ്മൾ കൊടുക്കുന്നത്. അടുത്തതാണ്, ഇതൊക്കെ സിംഗിൾ റൂഫിൽ വരുന്നതാണ് കേട്ടോ. സിംഗിൾ റൂഫിൻ്റെ ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. കപ്പിൾ റൂഫാണ്. അപ്പോൾ ലീൻ ടു റൂഫ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് കപ്പിൾ റൂഫ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഔട്ടർ ഞാനൊന്ന് പറയാം അതെങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അതായത് ഇപ്പോൾ കപ്പിൾ റൂഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് കപ്പിൾ റൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കപ്പിൾ റൂഫിൽ എന്താ, 2 സൈഡിലേക്ക് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ എന്താ മീൻ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഈ സെൻറ്ററിൽ റിഡ്ജ് കൊടുത്തിട്ട് റിഡ്ജിൽ നിന്ന് 2 സൈഡിലേക്ക് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മൾ കപ്പിൾ റൂഫ് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സൈഡേ ഉള്ളൂ. ഇതെങ്ങനെയാണ്, 2 സൈഡ്, 2 സൈഡിലേക്ക് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ ഔട്ടർ വരുന്നതാണ് എന്ത്, കപ്പിൾ റൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്പാൻ അവർ പറയുന്നുണ്ട്. സ്പാൻ പറയണത് 2.5 മീറ്റർ മുതൽ 3.6 മീറ്റർ വരെയാണ് കപ്പിൾ റൂഫിൻ്റെ സ്പാൻ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ 2.5 മീറ്റർ എന്നുള്ളത് കൂടി 3.5 മീറ്റർ ആകുമ്പോൾ ആ സ്പാൻ ഒന്നുകൂടെ കൂടുകയാണ്. അപ്പോൾ നമുക്കിത് 1 സൈഡ് സ്ലോപ്പിൽ നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്ത്, 2 സൈഡിലേക്കും സ്ലോപ്പ് കൊടുക്കുന്നത്, കുറച്ചും കൂടെ അതിനൊരു സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത റൂഫ് അവർ പറയുന്നുണ്ട് കപ്പിൾ ക്ലോസ് റൂഫാണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് എന്താ അതിൻ്റെ ആ ഒരു ചേഞ്ചസ് എന്താണെന്ന് പറയണതാട്ടോ. അപ്പോൾ കപ്പിൾ ക്ലോസ് റൂഫാണ്. അപ്പോൾ കപ്പിൾ ക്ലോസ് റൂഫ് നോക്കിയേ, 2 സൈഡിലേക്ക് സ്ലോപ്പ് ഉണ്ട്, അപ്പോൾ കപ്പിളാണ്. ഓക്കെ. ഇനി അതിൻ്റെ വാളുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു ടൈ ബീം കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ അത് സ്പാൻ കൂടി, സ്പാൻ എത്രയായിരിക്കും, ഇപ്പോൾ ഇതിപ്പോൾ 3.6 മുതൽ 4.2 മീറ്റർ വരെ നമുക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, കപ്പിൾ ക്ലോസ് റൂഫ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് 3.6 മുതൽ 4.2 വരെ പറയണം. അപ്പോൾ അത്രയും നമുക്ക് സ്പാൻ വീണ്ടും ലെങ്ത്ത് വന്നു. അപ്പോൾ ഈ 2 വാളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ റൂഫിൻ്റെ ആ സ്ട്രക്ചറിന് കുറച്ചും കൂടിയും സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ഒരു പാർട്ടും കൂടി അവിടെ കൊടുക്കുകയാണ്, ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്, ടൈ ബീം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടൈ ബീം കൊടുക്കുമ്പോൾ അതെന്തായി, കപ്പിൾ ക്ലോസ് റൂഫായി. ഇനി അടുത്തത് കോളാർ ബീം. അപ്പോൾ ഈ കോളാർ ബീമാണ്. അപ്പോൾ കോളാർ ബീം വരുമ്പോൾ നോക്കി കപ്പിൾ തന്നെയാണ്, പക്ഷേ കപ്പിൾ കോളാർ ബീമാണ് വരുന്നത്. അപ്പോൾ നേരത്തെ ഇരുന്നത് വാൾ പ്ലേറ്റിന് മുകളിലാണ് നമ്മുടെ ടൈ ബീം ഇരിക്കുന്ന പൊസിഷൻ നോക്കിയാൽ വാൾ പ്ലേറ്റിന് മുകളിലാണ് ടൈ ബീം ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് എവിടെ ഇരിക്കുന്നത്, നമ്മുടെ റാഫ്റ്ററിന് മുകളിൽ അതിനെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് കോളാർ എന്ന് നമ്മൾ പറയുന്നത്, കോളാർ ബീം എന്ന് പറയുന്നത്. അപ്പോൾ കൊടുക്കുന്ന പാർട്ട് അനുസരിച്ചിട്ടാണ് ഈ സിംഗിൾ റൂഫിൽ ഇതിന് വ്യത്യാസങ്ങൾ വരുന്നത്. ഇപ്പോൾ 4.2 എന്ന് പറയുമ്പോൾ ഇത് 5 മീറ്റർ വരെയാണ് ഇതിൻ്റെ സ്പാൻ വരുന്നത്. ഏത്, കപ്പിൾ കോളാർ ബീമിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് 5 മീറ്റർ വരെ വരും. അടുത്തതാണ് അതേ കോളാർ സിസേഴ്സ്. കണ്ടോ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മളൊരു കത്രിക പൂട്ട് പോലെ നമ്മളതിനെ കുറച്ചും കൂടി ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പർലിൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ 2 പാറ്റേൺസ് വെച്ചിട്ട് നമ്മളതിനെ കുറച്ചും കൂടി ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. അതാണ് കോളാർ സിസേഴ്സ്. ഇതിന് കത്രിക പൂട്ട് പോലെ നമ്മളതിനെ വരുന്നത് കൊണ്ട്. പിന്നെ ഡബിൾ പർലിൻ റൂഫ് വരുന്നുണ്ട്. അപ്പോൾ സിംഗിളിൽ ഇത്രയാണ് വരുന്നത്, സിംഗിൾ ക്ലാസിഫിക്കേഷൻസിൽ വരുന്നതാണ് ഇത്രയും. ഞാനിത് ഒരുമിച്ച് പറഞ്ഞത് വെച്ചാൽ ആ ഡിഫറൻസ് മനസ്സിലായി. അപ്പോൾ ലീൻ എന്ന് പറയുമ്പോൾ 1 സൈഡാണ്,
കപ്പിൾ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലേക്ക് സ്ലോപ്പാണ്. കപ്പിൾ ക്ലോസ് റൂഫ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാ, അതിൽ നമ്മൾ ടൈ ബീം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു വിത്തൗട്ട് കിങ് റോഡ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു ഒരു കിങ് റോഡും കൂടെ കൊടുത്തിട്ട്, ഇതിന് കിങ് പോസ്റ്റിൻ്റെ തന്നെ ചെറിയൊരു രൂപമാണത്. അപ്പോൾ കിങ് റോഡ് പോലെ എക്സ്ട്രാ ഒരു സപ്പോർട്ടും കൂടി കൊടുക്കുന്നുണ്ട്. രണ്ട് രീതിയിൽ നമുക്കത് വരുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു രീതി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, രണ്ടും പറയണമെന്നില്ല. പിന്നെ കോളാർ ബീം എന്ന് പറയുമ്പോൾ ടൈ ബീമിന് പകരം നമ്മളിവിടെ കോളാറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സിംഗിൾ റൂഫിനെ നമ്മളൊരു 4-5 തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ എങ്ങനെയാണ്, കാരണം ഇതൊക്കെ വരയ്ക്കാനുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ 5 റൂഫ് നമുക്ക് ട്രേഡ് പ്രാക്ടിക്കലിൻ്റെ ഡ്രോയിങ്ങിൽ നമുക്ക് വരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഡ്രോയിങ് കുറച്ച് സീരിയസ് ആയിട്ട് നിങ്ങൾ ഇതിനൊന്ന് ശ്രദ്ധിക്കണം. ഇതിന് മെഷർമെൻറ്റ്സുകളുണ്ട്, കോമൺ ഡ്രാഫ്റ്ററിൻ്റെ സൈസ് ഉണ്ട്, ബാറ്റൻസിന് സൈസ് ഉണ്ട്, ടൈ ബീമിന് സൈസ് ഉണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന എല്ലാത്തിനും നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ട് വേണം നമ്മൾ എന്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ട്രേഡ് ഡ്രോയിങ്ങിൽ ഇതിൻ്റെ ഇത് വരയ്ക്കാൻ വേണ്ടി. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. എക്സാമിന് മാത്രമല്ല, പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ, ക്ലാസിഫിക്കേഷൻ ചോദിക്കുമ്പോൾ റഫായിട്ട് ഇതിൻ്റെ ഫിഗർ ഒന്ന് വരച്ച് വെച്ചിട്ട് വേണം നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. നിങ്ങൾക്കറിയാം ഇതിൻ്റെ നോട്ടൊക്കെ വളരെ കുറവാണല്ലേ. അപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ റഫായിട്ട് ഇതിൻ്റെ ഫിഗർ ഒന്ന് വരച്ച് വെക്കാനും കൂടി അറിയണം. അപ്പോൾ അത് അറിയണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഇത് എന്താ ഭയങ്കര സംഭവം പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഒന്നുമില്ല. എന്താണ്, 2 വോള്, ഇത് ഈ സെൻറ്ററിൽ കാണുന്ന നമ്മൾ റിഡ്ജ് പീസ്, സെക്ഷൻ വ്യൂ ആയതുകൊണ്ടാണ് ആ റിഡ്ജ് പീസിനെ കട്ട് ചെയ്തിട്ടുള്ള ആ സ്ക്വയർ വ്യൂ കാണുന്നത്. അപ്പോൾ ഇതിവിടെ നിന്ന് ഇങ്ങോട്ട് കോമൺ ഡ്രാഫ്റ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കോമൺ ഡ്രാഫ്റ്റർ. അതിൻ്റെ മുകളിൽ ഇത് ഇത്തിരി വലുതാക്കി വരച്ചിരിക്കണ കാരണം തോന്നണ്ട, പട്ടികയുടെ ആ ഒരു ഭാഗമാണ് മുകളിൽ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ റൂഫ് കവറിങ് ഉണ്ട്. പിന്നെ ഇവിടെ വാൾ പ്ലേറ്റ് കാണിക്കണം, ഈവ്സ് ബോർഡ് കാണിക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു വട്ടം വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് വരും. അപ്പോൾ ഇത് വരയ്ക്കാനുള്ളതാണ്, ട്രേഡ് ഡ്രോയിങ്ങിലും പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ. നമ്മളൊന്നുകൂടെ ഞാനത് പറഞ്ഞുതരാം, കാരണം നമുക്കിത് ഇനി ആവശ്യം വരുന്നതാണ്. പിന്നെ ഡബിൾ റൂഫ് ഉണ്ട്. അത് കഴിഞ്ഞ് കിങ് പോസ്റ്റും ക്യൂൻ പോസ്റ്റും തന്നെ ഉള്ളൂ പഠിക്കാനായിട്ട്. അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ ഈ ഫിഗറുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ.